നമ്മുടെ സാഗർ വന്നിട്ട് നമ്മുടെ മേഘനാഥനോട് പറയുകയാണ്, അവൾ ഒട്ടും സമ്മതിച്ചില്ല, അവൾ പറയാനുള്ളതെല്ലാം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അവൾ എന്നെ തല്ലിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ നമ്മുടെ മേഘനാഥനോട് സാഗർ പറയുകയാണ്. അപ്പോൾ നമ്മുടെ മേഘനാഥൻ സാഗറിനോട് പറയുന്നുണ്ട്, ശരിയാടാ, അവൾ അത്ര പെട്ടെന്ന് വീഴുന്ന ഒരു പെണ്ണൊന്നുമല്ലെന്ന് പറയുകയാണ്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ മഞ്ജുവും ദുർഗയും കരുണയും ഒക്കെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ്. കാരണം മേഘനാഥൻ ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ ഇനി മഹാലക്ഷ്മി ഒരിക്കലും വരില്ലെന്നൊക്കെ. അപ്പോൾ അവരിങ്ങനെ ചർച്ചയിലാണ്. ലക്ഷ്മി ഇപ്പൊ സാഗറിനൊപ്പം പോയി കാണുമെന്നൊക്കെ പറയുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ മഹാലക്ഷ്മി കടന്നു വരുന്നത്. മഹാലക്ഷ്മി വന്നിട്ട് നമ്മുടെ കരുണയോട് പറയുന്നുണ്ട്, എടി ഞാൻ വീട്ടിൽ പോയിരുന്നു, അമ്മ നിനക്ക് ചമ്മന്തിപ്പൊടിയും അച്ചാറും തന്നു വിട്ടിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, അയ്യോ അത് എനിക്ക് വേണ്ട, ചിലപ്പോൾ അമ്മ നല്ല മനസ്സോടെയായിരിക്കും തന്നുവിട്ടത്, പക്ഷെ അത് നിന്റെ കയ്യിലല്ലേ തന്നുവിട്ടത്, നീ പോരുന്ന വഴിക്ക് എന്തെങ്കിലും വിഷം ചേർത്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിനക്കിത് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കഴിച്ചോളാം, നമ്മുടെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എന്തായാലും കളയാനൊന്നും പോണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹാലക്ഷ്മി റൂമിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കരുണയും മഞ്ജുവും ദുർഗയും ഒക്കെ പറയുന്നുണ്ട്, ഇവൾ ഉടുത്തോണ്ട് പോയ സാരി അല്ലല്ലോ തിരികെ ഇട്ടുകൊണ്ട് വന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കണ്ണന്റെ അടുത്ത് മഹാലക്ഷ്മി എത്തുമ്പോഴും കണ്ണനും ചോദിക്കുന്നുണ്ട്, പോയതുപോലെ അല്ലല്ലോ തിരിച്ചു വന്നത് എന്നൊക്കെ. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാനൊന്ന് വീട്ടിൽ കയറിയായിരുന്നു, പിന്നെ ക്ഷേത്രത്തിൽ പോവാൻ വേണ്ടി അവിടെ നിന്ന് കുളിച്ച് സാരിയൊക്കെ മാറി അമ്പലത്തിൽ പോയതെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ നമ്മുടെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, താൻ ഇവിടുന്ന് പോയതുപോലെയൊന്നും അല്ലല്ലോ, തനിക്ക് എന്താ പറ്റിയതെന്നൊക്കെ. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, വീട്ടിൽ പോയി അമ്മയെ കണ്ടാൽ എനിക്ക് എപ്പോഴും സങ്കടാന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മഹാലക്ഷ്മി ഇങ്ങനെയും പറയുന്നുണ്ട്, നമ്മളൊക്കെ വിശ്വസിക്കുന്നവരും സ്നേഹിക്കുന്നവരും ഒക്കെ വെറുതെ കണ്ണേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, താൻ ഇത് ആരെയെ പറ്റിയാ പറയുന്നത് എന്നൊക്കെ. അപ്പോൾ തന്നെ നമ്മുടെ മഹാലക്ഷ്മി വിഷയം മാറ്റാൻ വേണ്ടി, ഞാൻ എന്റെ രണ്ടാനച്ഛനെ പറ്റി പറഞ്ഞതാന്ന് പറയുകയാണ്. ഇപ്പോഴും നമ്മുടെ മഹാലക്ഷ്മി സാഗറിനെ കുറിച്ച് നമ്മുടെ കണ്ണനോട് പറയാൻ തയ്യാറായിട്ടില്ല. സാഗറിന് ഇനി നല്ല ബുദ്ധി തോന്നിച്ചാലോ, ഇനി ഞാനായിട്ട് എന്തിനാ ആ ഒരു ചെറുപ്പക്കാരന്റെ പണി കളയുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാലക്ഷ്മി. ഏറ്റവും അവസാനം നമ്മുടെ കരുണയും ദുർഗയും മഞ്ജുവും വളരെയധികം ചർച്ചയിലാണ്. അവൾ എന്തിനാ വീട്ടിൽ പോയിട്ട് കുളിച്ച് ക്ഷേത്രത്തിൽ പോയത്? സാധാരണ ഇവൾ ഇവിടുന്ന് കുളിച്ചിട്ട് പോയാൽ നേരെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടായിരുന്നല്ലോ വരാറ്, ഈ പ്രാവശ്യം എന്താ ഇവൾ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഓർത്ത് അവര് ഭയങ്കര സംശയത്തിലാണ്. അപ്പോൾ നമ്മുടെ കരുണ ദുർഗാമ്മയോട് പറയുന്നുണ്ട്, അമ്മ എന്തായാലും ഇത് കണ്ണേട്ടനോട് പറയണമെന്ന്. അതിനുശേഷം എല്ലാവരും രാത്രിയിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ദുർഗാമ്മ കണ്ണനോട് ചോദിക്കുകയാണ്, എടാ മഹാലക്ഷ്മി പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയ സാരി അല്ലല്ലോ തിരികെ വന്നപ്പോ ഉണ്ടായിരുന്നത്, അവൾ എന്തിനാ ഇടയ്ക്ക് വീട്ടിൽ പോയി കുളിക്കുകയൊക്കെ ചെയ്തത്? അവൾ ഇവിടെ നിന്ന് കുളിച്ചിട്ട് പോയാൽ തിരികെ വരുമ്പോഴല്ലേ കുളിക്കാറുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയും നമ്മുടെ കണ്ണൻ ഇങ്ങനെ അത് ശരിയാണല്ലോ എന്ന് സംശയിച്ചു നിൽക്കുന്ന ഒരു രംഗത്തിലാണ് നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്നത്.